കാർഷിക വാർത്തകൾ. ഏലക്ക കർഷകർക്ക് ആശ്വാസമായി വിപണിയിൽ വില കുതിപ്പ്. ഈ വർഷം ആദ്യമായി 1 കിലോ ഏലക്കയുടെ ശരാശരി വില 3000 രൂപ കടന്നു. ഏലക്ക വിപണിയിൽ വില വീണ്ടും റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയരുന്നു. ചൊവ്വാഴ്ച സ്പൈസസ് ബോർഡിൽ നടന്ന RNS സ്പൈസസിന്റെ ഈ ലേലത്തിലാണ് 1 കിലോ ഏലക്കയുടെ ശരാശരി വില 3001 രൂപ 4 പൈസയായി ഉയർന്നത്. 2026 ആദ്യമായാണ് ശരാശരി വില 3000-ലേക്ക് കടക്കുന്നത്. രാവിലെ നടന്ന ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനിയുടെ ലേലത്തിൽ ശരാശരി വില 2858 രൂപ 64 പൈസയായിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞ് നടന്ന ലേലത്തിൽ ശക്തമായ വാങ്ങൽ താൽപര്യം പ്രകടമായതോടെ വിലയിൽ വൻ മുന്നേറ്റമുണ്ടായി. ഇതിനു മുമ്പ് 2025 ഫെബ്രുവരി 12-നാണ് ശരാശരി വില 3000 രൂപയ്ക്ക് മുകളിൽ രേഖപ്പെടുത്തിയത്. അന്ന് കിലോയ്ക്ക് 3036 രൂപ ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 23-ന് ശരാശരി വില 2486 രൂപ മാത്രമായിരുന്നു. അതേസമയം 2019 രേഖപ്പെടുത്തിയ 4733 രൂപ 19 പൈസയാണ് ഇതുവരെയുള്ള ഉയർന്ന ശരാശരി വിലയായി തുടരുന്നത്. ഉൽപാദനത്തിലെ മാറ്റങ്ങളും വിപണിയിലെ ആവശ്യകതയും കയറ്റുമതി സാധ്യതകളും വരും ദിവസങ്ങളിലെ വില നിലവാരം നിർണ്ണയിക്കുമെന്നാണ് വ്യാപാര മേഖലയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽക്കാലം കടുത്തതോടെ സൗദി അറേബ്യയിലെ പ്രാദേശിക വിപണികളിൽ തണ്ണിമത്തൻ വിൽപ്പന സജീവമാകുന്നു. രാജ്യത്ത് പ്രതിവർഷം 6.2 ലക്ഷം ടൺ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിക്കുന്നതായി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉൽപാദനത്തിൽ രാജ്യം ഇപ്പോൾ 99% സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ്. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുമായ പഴവർഗ്ഗമായി തണ്ണിമത്തൻ മാറിയിരിക്കുന്നു. റിയാദ്, മക്ക, കിഴക്കൻ പ്രവിശ്യ, അൽ ജൗഫ്, അൽബഹ, മദീന, അൽ ഖസീം, തബൂക്ക്, ഹായിൽ, അസീർ, ജിസാൻ ഉൾപ്പെടെ സൗദിയിലെ ഭൂരിഭാഗം പ്രവിശ്യകളിലും തണ്ണിമത്തൻ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. വ്യക്തിഗത ഉപഭോഗത്തിനു പുറമെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മേഖലകളിലും വലിയ തോതിൽ ഉപയോഗിക്കുന്നതിനാൽ വലിയ സാമ്പത്തിക പ്രാധാന്യമുള്ള ഒരു തന്ത്രപ്രധാന വിളയായി തണ്ണിമത്തൻ മാറിയിരിക്കുന്നു. സുസ്ഥിര ഗ്രാമീണ വികസന പദ്ധതികളിലൂടെ തണ്ണിമത്തൻ ഉൽപാദനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ഈ വിളയുടെ കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും മന്ത്രാലയം ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ രാജ്യത്തെ സീസണൽ ഫലങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കാര്യക്ഷമമാക്കുന്നതിനുമായി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് മഴക്കുറവ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയ്ക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. മൺസൂൺ മഴയുടെ കുറവ് ഏറ്റവും കൂടുതൽ ബാധിക്കാനിടയുള്ള 111 ജില്ലകളെ അതീവ ദുർബല വിഭാഗമായി കേന്ദ്ര സർക്കാർ തിരിച്ചു. രാജ്യത്ത് മൺസൂൺ മഴ 43% വരെ കുറവായതോടെ ഖരീഫ് കൃഷിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്ക ശക്തം. ഇതിന്റെ ഭാഗമായി 315 ജില്ലകളെ കേന്ദ്ര സർക്കാർ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതിൽ ജലസേചന സൗകര്യം 25%-ൽ താഴെയുള്ള 111 ജില്ലകളെ ഏറ്റവും അപകട സാധ്യതയുള്ളതായി തിരിച്ചറിഞ്ഞു. കർഷകരെ പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, ചെറുധാന്യങ്ങൾ തുടങ്ങിയ കുറവ് ജലം ആവശ്യമായ വിളകളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മഴക്കുറവ് ജൂലൈ ആദ്യം വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.